തക്കുടൂനൊന്ന് ബഷീറാക്കിയാലോ? അപ്പം നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പം നമുക്ക് ഫസ്റ്റ് ആയിട്ട് തന്നെ തക്കുടൂൻ്റെ മീശ വരയ്ക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ചെയ്യണേ. അപ്പോൾ മീശ വരച്ചിട്ട് കുറേ മായ്ച്ചിട്ട് പിന്നെ നോക്കുമ്പോഴൊന്നും മീശ വരയ്ക്കാൻ നേരുമ്പോഴും കൂട്ടാക്കണുണ്ടായിരുന്നില്ല. തീരെ അവ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അറ്റ് ലാസ്റ്റ് അമ്മയുടെ മടിയിൽ ഇരുത്തിയിട്ട് ഇങ്ങനെ മീശ വരച്ചെടുത്തപ്പോൾ കുറേയൊക്കെ സമ്മതിച്ചിട്ടോ. അടുത്ത മെയിൻ പരിപാടി ഉടുപ്പിടലാണ് കേട്ടോ. പക്ഷെ ഉടുപ്പിടാൻ വേണ്ടി അവൻ തീരെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവന് നടക്കണം. അപ്പോൾ നടന്നു പോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അമ്മ പിടിച്ചു നിർത്തിയിട്ട് ഉടുപ്പ് എങ്ങനെയൊക്കെ ഇടിയിപ്പിച്ചു കേട്ടോ. ഡ്രസ്സ് ഇടുന്നതിൻ്റെ അത്ര പ്രയാസമൊന്നും മുണ്ടെടുക്കുമ്പോൾ കണ്ടില്ല കേട്ടോ. അവൻ മുണ്ടെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഓടി വന്ന്. കാരണം അവൻ അച്ഛൻ്റെ ഒക്കെ പോലെ വലിയൊരാളായിട്ട് മുണ്ടൊക്കെ കൊടുത്തു കൊടുക്കാനാണ് കേട്ടോ അവനാഗ്രഹം. അതുകൊണ്ട് വേഗം വന്നു. ഇങ്ങനെ നമുക്ക് ബഷീറാക്കാൻ വേണ്ടി തക്കുടൂര് മുണ്ടുടിപ്പിച്ചാലോ? അപ്പൊ നേരെ മുണ്ടുടിപ്പിക്കാം. മുണ്ടെടുക്കാവുന്ന നല്ലപോലെ അതുപോലെ തന്നെ മുണ്ട് ഉടുത്തിട്ട് പിന്നെ കുറേ നേരം മുണ്ടിലൊക്കെ തൊട്ട് കളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ ബഷീർ റെഡി ആയിട്ടുണ്ട്. അവന് മുണ്ട് എല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. കുറേ നേരമായിട്ട് മുണ്ട് ഇങ്ങനെ തൊട്ട് കളിക്കുന്നുണ്ടായിരുന്നു. ഇനി ഒരു കണ്ണടിയോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സൂപ്പറായിട്ടോ. നമുക്കൊരു ബുക്ക് കൂടി എടുത്തു കൊടുത്തിട്ട് ബഷീറിനെ കൊണ്ട് ആ ബുക്ക് വായിപ്പിച്ചാലോ? തക്കുട് ബഷീറിന്റെ ബുക്ക് കൊടുത്തപ്പോൾ തന്നെ അവൻ ബുക്കിലത്തെ ചിത്രങ്ങളൊക്കെ തൊട്ട് നോക്കുക കേട്ടോ ആദ്യം ചെയ്തത്. പിന്നെ ആ ബുക്ക് ചേച്ചി എടുത്തോന്ന് പറഞ്ഞിട്ട് എനിക്ക് തരാനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെ ഞങ്ങൾ വെച്ച് കൊടുത്തു. അങ്ങനെ കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ സെക്കൻഡ് ബുക്ക് തുറക്കാൻ പോവാണ്. ഞങ്ങളെന്താ തലയിരിച്ച് പിടിച്ചിട്ടാണല്ലോ തുറക്കണേ. ഒരു സത്യം പറയട്ടെ, ഞങ്ങൾക്ക് വായിക്കാൻ അറിയൂല, പോസ് ചെയ്യാൻ മാത്രമേ അറിയുള്ളൂ. അങ്ങനെ ഞങ്ങൾ തലയിരിച്ച് കുറേ നേരം ബുക്കൊക്കെ വായിക്കണ പോലെ അഭിനയിച്ചു കേട്ടോ. ഇനി ഞങ്ങൾക്ക് കുറച്ചു നേരം ബുക്ക് താഴ്ക്കിടാൻ. അപ്പം ഞങ്ങളിങ്ങനെ ബുക്ക് ഇങ്ങനെ താഴ്ക്കിട്ടോണ്ടേ ഇരിക്കുകയായിരുന്നു. ചേച്ചി ബുക്ക് എടുത്തരും, അപ്പം ഞാൻ താഴ്ക്കിടും. അത് തന്നെയാണ് കേട്ടോ പണി. അമ്മയ്ക്ക് നല്ല പോസ് എന്തേലും കിട്ടിയോ എന്തോ. അപ്പം ഞങ്ങൾ കുറച്ച് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് കണ്ണട അയക്കണം. കണ്ണട ഇട്ടിട്ട് കുറച്ച് ഫോട്ടോ എടുത്തതിന് ശേഷം ഞങ്ങൾക്ക് കണ്ണട അയക്കണം. കണ്ണട ഇട്ടിട്ട് ഇരിക്കാൻ എന്താണാവോ ഒരു സുഖമില്ല. അങ്ങനെ ഞങ്ങൾ കണ്ണട അയക്കാൻ വേണ്ടി വാശി പിടിച്ച് കഴിഞ്ഞു. പക്ഷെ കണ്ണട ഞങ്ങൾക്ക് കയ്യിൽ പിടിക്കണം, അല്ലാണ്ട് വേറെ ആർക്കും കൊടുക്കാനും പാടില്ല. ഞങ്ങളൊട്ട് ഇടൂല്ല. അപ്പം എൻ്റെ ചേച്ചിനെ തൂക്കിക്കൊണ്ടും പോയിട്ട് അവിടെ നിന്ന് കണ്ണടയൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കുറേ നേരം പരിശ്രമിച്ചു. പക്ഷെ ഒന്നും നടന്നില്ല. ചേച്ചി ഞാൻ നടത്തിയ തല്ലുണ്ടാക്കലാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പോലെ കുറച്ച് പോസസൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ.